യുവർ ഓണർ, ഓണറബിൾ എന്നെല്ലാം ശരിക്കും വിശേഷിപ്പിക്കാവുന്ന ഒരു ജഡ്ജിയെ, ഒരു ന്യായാധിപനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അധികമാരും കേട്ടുകാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവങ്ങൾ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കുമ്പോഴും അത് വിവാദത്തിൻ്റെ ഒരു ഛായയുള്ളത് കൊണ്ട് തന്നെ, അത് അധികം പ്രചാരം നേടാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ആ പേര് അധികം പേർ കേട്ടിരിക്കാനിടയില്ല. എങ്കിലും കേൾക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും അതുൽ ശ്രീധരൻ എന്നാണ് ആ ന്യായാധിപൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നിരവധി ഔട്ട്സ്റ്റാൻഡിംഗ് വിധി പ്രസ്താവങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും ഒരു 4-5 എണ്ണത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. കാരണം ആ 4-5 വിധികളിലൂടെ, വിധി പ്രസ്താവങ്ങളിലൂടെ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ അദ്ദേഹം ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിച്ചു എന്ന് വേണം പറയാൻ, എന്ന് വേണം കരുതാൻ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥയായ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയായ സോഫിയ ഖുറൈഷി എന്ന മഹതിയെക്കുറിച്ച് മധ്യപ്രദേശിലെ സീനിയർ നേതാവ്, BJP നേതാവ് വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. സോഫിയ ഖുറൈഷിയുടെ മതത്തെയും അവരുടെ സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ അഭിപ്രായ പ്രകടനം. എല്ലാവരും അത് പ്രത്യേകം ആ കാലഘട്ടം, ആ പ്രത്യേക ഘട്ടത്തിൽ അതെല്ലാവരുടെയും ശ്രദ്ധയിൽ വരികയുണ്ടായെങ്കിലും ആ വിഷയത്തിൽ സ്വമേധയാ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി കേസെടുക്കുകയുണ്ടായി. ആ ജഡ്ജിയുടെ പേരാണ് ശ്രീ അതുൽ ശ്രീധർ എന്നുള്ളത്. എന്നാൽ അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് സ്ഥലം മാറ്റങ്ങൾ തുടർക്കഥകളായി മാറുകയും ചെയ്തു. കാരണം ഉന്നതനായ ഒരു BJP നേതാവിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ കാണിച്ച ആ ആർജവം ഗവൺമെന്റിന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഇന്ത്യയിൽ ജുഡീഷ്യറി അതിൻ്റെ സ്വാതന്ത്ര്യം എത്രമാത്രം വിനിയോഗിക്കപ്പെടുന്നു എന്നത് സംശയാസ്പദമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി മുതൽക്കിങ്ങോട്ട് പല വിധി പ്രസ്താവങ്ങളിലും ഗവൺമെന്റിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണോ ഈ വിധി പ്രസ്താവം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അതങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എങ്കിൽ പോലും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചും പരമോന്നത സ്ഥാനത്തെക്കുറിച്ചും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില വിധി പ്രസ്താവങ്ങൾ ഈ അടുത്ത കാലത്തായി, കഴിഞ്ഞ ഒരു 10-15 വർഷമായി ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് തികച്ചും ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിൽ ശ്രീ അതുൽ ശ്രീധരൻ്റെ മധ്യപ്രദേശിലെ BJP നേതാവിനെതിരായിട്ടുള്ള സ്വമേധയായുള്ള നടപടി ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഭരണ അധികാര കേന്ദ്രങ്ങളെ അത് ഞെട്ടിച്ചു കളഞ്ഞു. അവർ വെറുതെ ഇരുന്നില്ല, അദ്ദേഹത്തെ ഉടനടി സ്ഥലം മാറ്റുകയും ചെയ്തു ഛത്തീസ്ഗഡിലേക്ക്. ഒരു ജനാധിപത്യത്തിലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, പിന്നെ ഒന്ന് മീഡിയയാണ്. ഇവിടെ അവസാന വാക്ക് എപ്പോഴും ജുഡീഷ്യറിയുടേതാണെന്ന് കാണാം. നിയമനിർമ്മാണ അധികാരം ലെജിസ്ലേച്ചറിനാണെങ്കിലും അതിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവിനാണെങ്കിലും അതിൻ്റെ അവസാന വാക്ക്, അതിനെ വ്യാഖ്യാനിക്കൽ, അതിലൂടെ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനും അതിന് തക്കതായ നടപടികൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് സ്വീകരിക്കാനുമുള്ള അധികാര കേന്ദ്രമാണ് ജുഡീഷ്യറി എന്നാണ് വെപ്പ്. അതേസമയത്ത് ഈ ജുഡീഷ്യറി ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ കീഴൊതുങ്ങുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ തന്നെ അന്തസ്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അവിടെയാണ് ചെക്സ് ആൻഡ് ബാലൻസ്, അധികാര സന്തുലിതാവസ്ഥ, അധികാരങ്ങളുടെ സന്തുലിതത്വം നിലനിർത്തപ്പെടുക എന്ന് വരുന്നത്. കാരണം പലപ്പോഴും അധികാര കേന്ദ്രങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയമായോ മതപരമായോ സാമുദായികമായോ പക്ഷപാതിത്വങ്ങൾ അവരുടെ അധികാര പ്രകടനത്തിൽ, അധികാര പ്രയോഗത്തിൽ പ്രതിഫലിച്ചെന്ന് വരാം. പക്ഷേ ഒരു ജുഡീഷ്യറി സർവതന്ത്ര സ്വതന്ത്രമായിരിക്കും. അപ്പോഴും അവിടെ ജുഡീഷ്യറിയുടെ മുമ്പിൽ അധികാര കേന്ദ്രങ്ങളെന്നോ അധികാരത്തിന് പുറത്തുള്ള ആളുകളെന്നോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ നീതി നടപ്പിലാക്കുക, റൂൾ ഓഫ് ലോ, നിയമഭാഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ജുഡീഷ്യറികളുടെ കർത്തവ്യം. ഈ കർത്തവ്യത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ശ്രീ അതുൽ ശ്രീധരൻ്റെ നിരവധി വിധി പ്രസ്താവങ്ങളും വിധി പ്രസ്താവത്തോടൊപ്പം അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളും എന്ന് കാണാം. ശ്രീ അതുൽ ശ്രീധർ
ജഡ്ജി എന്ന നിലക്കുള്ള തൻ്റെ കടമ മാത്രമാണ് നിർവഹിച്ചത് എന്ന് കാണാം. എങ്കിലും ഈ കാലഘട്ടത്തിൽ, ഈ കെട്ടകാലത്ത് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് അത്തരം കടമ നിർവഹിക്കൽ തന്നെ നമുക്ക് ഒരു ആക്ടിവിസമായി തോന്നിയെന്ന് വരും. ജുഡീഷ്യൽ ആക്ടിവിസം ആണെന്നോ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണെന്നോ നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ജുഡീഷ്യറിയുടെ സമീപകാല പ്രകടനങ്ങൾ പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുന്ന തരത്തിലായിരുന്നു എന്ന് കാണാം. ആ പശ്ചാത്തലത്തിൽ വേണം ശ്രീ അതുൽ ശ്രീധരന്റെ വിധി പ്രസ്താവങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളും തീർച്ചയായും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് യാദൃശ്ചികമല്ല. യു പിയിലെ ബറേലിയിൽ മുഹമ്മദ് ഗഞ്ച് എന്ന സ്ഥലത്ത് ഹസീൻ ഖാൻ എന്നൊരാൾ തൻ്റെ സ്വന്തം വസതിയിൽ പ്രാർത്ഥന നിർവഹിച്ചത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ കേസെടുക്കുകയുണ്ടായി. കേസെടുത്ത് വലിയ തുക അദ്ദേഹത്തിന് പിഴ ചുമത്തുകയും പരിസരവാസികളുടെ പരാതിയുണ്ടെന്ന് പറഞ്ഞ് പരിസരവാസികൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അക്രമാസക്തമാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പോലീസ് കേസെടുത്തു, പിഴ ചുമത്തി. ഈ കേസ് ശ്രീ അതുൽ ശ്രീധരന്റെയും ശ്രീ സിദ്ധാർത്ഥ് നന്ദന്റെയും മുമ്പാകെ എത്തുമ്പോൾ അവർ രണ്ടുപേരും ഈ കേസിലെടുത്ത തീരുമാനമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിച്ചത്, ദേശീയ തലത്തിൽ പലരെയും അത്ഭുതപ്പെടുത്തിയത്. ഹസീൻ ഖാന്റെ വീട്ടിൽ നമസ്കരിച്ചതിന്റെ പേരിലുള്ള കേസും പിഴയും വിചാരണ നടക്കുന്നതിനിടക്ക് ശ്രീ അതുൽ ശ്രീധരനും സിദ്ധാർത്ഥ് നന്ദനും അഭിപ്രായപ്പെട്ടത് ആർട്ടിക്കിൾ 25 അനുച്ഛേദമനുസരിച്ച് ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശത്തെ ചോദ്യം ചെയ്തതിനും കോടതി ഉത്തരവിനെ ലംഘിക്കലാണെന്നും അത് കോടതി അലക്ഷ്യമാണെന്നും അതിനെതിരെ നോട്ടീസ് അയക്കുകയും അതുമാത്രമല്ല ഹസീൻ ഖാന് 2 സായുധ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തുക കൂടി ചെയ്തു കോടതി എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. കാരണം അയാളുടെ പ്രവൃത്തി, കേവലം അയാളുടെ സ്വന്തം വസതിയിൽ അയാൾ നടത്തിയ പ്രാർത്ഥന രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് പിഴ ചുമത്തി ജയിലിലടക്കാൻ ശ്രമിച്ച പോലീസും ജില്ലാ മജിസ്ട്രേറ്റും കോടതിക്ക് മുമ്പിൽ മറുപടി പറയേണ്ട അവസ്ഥ വന്നു. കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്തി, നേരിട്ട് ഹാജരായി കോടതിയോട് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ടു. മാത്രമല്ല ഹസീൻ ഖാന് 2 സായുധ പോലീസിന്റെ സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു കോടതി. ഇത് വലിയ ചർച്ചാ വിഷയമാവുകയുണ്ടായി. നേരത്തെ മധ്യപ്രദേശ് കോടതിയിൽ സോഫിയ ഖുറൈശിക്ക് വേണ്ടി BJP നേതാവിനെതിരെ സ്വമേധയാ കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഛത്തീസ്ഗഡിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ജഡ്ജിയെ വീണ്ടും അലഹാബാദിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടതായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് മുമ്പിലെത്തിയ ഈ കേസിൽ അദ്ദേഹം ഇത്തരമൊരു വിധി പ്രസ്താവിച്ച് വീണ്ടും സർക്കാരിന്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ, രണ്ടും BJPകളാണ് ഭരിക്കുന്നത്, അവയുടെ വെറുപ്പിനും വിദ്വേഷത്തിനും പകക്കും വിധേയമായിട്ടുള്ളത്. ഇതൊരു കേസ്. ഇനി അടുത്തതാണ് സംഭാൽ. അതും നമസ്കാര കേസാണ്. സംഭാൽ നമസ്കാര കേസ് കൂട്ട നമസ്കാരം പൊതുസ്ഥലത്ത് നടത്തിയതിനെതിരായിരുന്നു കേസ്. അവിടെയും സുരക്ഷാ ഭീഷണിയാണ് പോലീസുകാർ ഉയർത്തിയത്. നിരപരാധികളെ അറസ്റ്റ് ചെയ്യാത്ത രീതിയിൽ രാജ്യത്തിന് സുരക്ഷ കൊടുക്കാനാവില്ലെങ്കിൽ രാജിവെച്ച് പോകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. തീർന്നില്ല, ബുൾഡോസർ രാജ്, അതിനെക്കുറിച്ചും ശ്രീ അതുൽ ശ്രീധരന്റെ ബെഞ്ച് വലിയ തോതിൽ വിമർശിക്കുകയുണ്ടായി. റൂൾ ഓഫ് ലോയുടെ ലംഘനമാണ് ബുൾഡോസർ രാജ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അനാവശ്യമായി പൗരന്റെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഭരണകൂട അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ബുൾഡോസർ രാജിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇപ്പോൾ അദ്ദേഹം തത്സമയം അലഹബാദ് കോടതിയിലാണെങ്കിലും അധികം താമസിയാതെ അവിടെ നിന്നും അദ്ദേഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നടപടിക്രമം അനുസരിച്ച്. കാരണം കൊളീജിയമാണ് ജഡ്ജിമാരുടെ നിയമനങ്ങളും മാറ്റങ്ങളും തീരുമാനിക്കുന്നതെങ്കിലും കൊളീജിയത്തെ മറികടന്നുകൊണ്ട് സർക്കാരുകൾ ഏർപ്പെടുന്ന രീതിയാണ് ശ്രീ അതുൽ ശ്രീധരന്റെ കാര്യത്തിൽ 2 വർഷത്തിൽ 3 സ്ഥലം മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർന്നില്ല, ശ്രീ അതുൽ ശ്രീധരന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അഭിപ്രായ പ്രകടനങ്ങളും വിധിയും മറ്റൊന്നും കൂടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ളതുമായത്, UP സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്രസകളെ വലിയ തോതിൽ അന്വേഷണ വിധേയമാക്കണം, പരിശോധന നടത്തണം, അതിൽ കയറി പരിശോധന നടത്തണമെന്ന് NHRCയുടെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇതിനെതിരെ കോടതിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. NHRC എന്ന സംഘം, അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ,
രാജ്യത്ത് നിരവധി ആളുകളെ മോബ് ലിഞ്ചിങ് നടത്തിയപ്പോൾ ഇടപെട്ടില്ല. അതുമാത്രമല്ല, അനവധി പേർക്കെതിരെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ ഒരിടത്തും ഈ NHRCയെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ യാതൊരു കാര്യകാരണങ്ങളുമില്ലാതെ ഭരണഘടനാനുസൃതമായി നടത്തിപ്പോകുന്ന മദ്രസകളിൽ അനാവശ്യമായി കയറി അധികാരപ്രയോഗം നടത്താൻ NHRCക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചത് അതുൽ ശ്രീധരന്റെ ബെഞ്ച് തന്നെയാണ്. ഇത് അദ്ദേഹത്തെ വീണ്ടും നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥകൾക്കും ഭരണകൂട അനുച്ഛേദങ്ങൾക്കും സംരക്ഷകനായി ഈ ജഡ്ജി ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായി തോന്നുന്നു. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നമുക്ക് നിരാശ തോന്നത്തക്ക തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളും വിധിപ്രസ്താവങ്ങളും അടുത്ത കാലത്ത് ബാബറി മസ്ജിദ് വിധിയിൽ നിന്നിങ്ങോട്ട് പലപ്പോഴായി നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ശ്രീ അതുൽ ശ്രീധരനെ പോലെയുള്ള മഹാന്മാരായ ജഡ്ജിമാർ നമ്മുടെ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയും നമ്മുടെ ഭരണഘടനയുടെ മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ തങ്ങളുടെ ബെഞ്ചുകളെ കാര്യക്ഷമമായി ഔട്ട്സ്റ്റാൻഡിംഗ് രീതിയിൽ ആക്ടിവിസം എന്ന് പറയാവുന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വലിയ ആശ്വാസമേകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ശരാശരി പൗരന് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനസമൂഹങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജഡ്ജിമാർ, ഇത്തരം കോടതി വിധികൾ ചെറിയ തോതിലൊന്നുമല്ല ആശ്വാസം നൽകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.